രാത്രി ഒരു 12 മണി. ഞാൻ പറഞ്ഞ നന്നായില്ലേ? നിഹാലിന്റെ മുറിയിൽ പുതച്ചു മൂടി കിടന്നുറങ്ങായിരുന്നു. ഞാൻ ബെല്ലടിച്ചു, ആരും തുറക്കുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന സുബിനോട് പറഞ്ഞു, അവന്റെ വിവരമൊന്നുമില്ലല്ലോ, എന്താണെന്നൊന്ന് പോയി ടെറസിൽ കയറി നോക്കാൻ പറഞ്ഞു. ഓടി പൊളിച്ച് ഞാൻ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. നിഹാൽ ഉറങ്ങുകയല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാനിൽ കുരുക്കിടുകയായിരുന്നു. കുരുക്കിട്ട് കുരുക്കിനകത്തൂടെ നോക്കി കണ്ണ് നിറങ്ങി നിൽക്കുന്ന അവൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അത് കുരുക്കിൽ നോക്കിക്കൊണ്ട് സ്വയം ജീവനൊടുക്കുകയാണെന്ന് നമ്മൾ കരുതിയ നിഹാൽ പെട്ടെന്ന് കട്ടിനടിയിൽ നിന്നും തല മൂടി കെട്ടിയ ഒരു രൂപത്തെ വലിച്ച് പുറത്തേക്കിടും. പാതി അനങ്ങുന്ന ഒരു മനുഷ്യ ശരീരം പോലെ തോന്നിക്കുന്ന ഈ രൂപത്തെ എടുത്ത് തോളിൽ തട്ടി കയറ്റി അതിൻ്റെ കഴുത്തിൽ കുരുക്ക് അണിയുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നിഹാൽ. ഞാൻ ഇങ്ങനെ കുരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുബിനണ്ണൻ എടാ എന്നൊരു വിളി. നിഹാൽ പതറുകയാണ്. പതറി ഞാനും സുബിനും നേർക്ക് നേർ. അപ്പോഴും അജിച്ചേട്ടൻ ടകടകാ മുട്ടുന്നു. പാനിക്കായി നിൽക്കുന്ന നിഹാൽ. അജുവേട്ടൻ ആ വാതിൽ പൊട്ടിച്ച് വന്ന് ഈ ചാക്കിൻ്റെ അകത്തുള്ള ഡെഡ് ബോഡി നോക്കുമ്പോൾ അത് നമ്മുടെ ഏലിയൻ. ഞാനും നിഹാലും കൂടെ ഒരുമിച്ച് തട്ടിക്കൊണ്ടുവന്ന ഏലിയൻ വിൽക്കാൻ വേണ്ടി ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പുറത്തു പോയി വന്ന സമയം കൊണ്ട് ഇവന് എന്തൊക്കെയോ സ്വയമായി എന്തോ ഭീതിയൊക്കെ വന്നിട്ട് ഈ പ്രവൃത്തിയിലോട്ട് എത്തിയത്. അവിടുന്ന് ഞാൻ വീണ്ടും ഏലിയനെ കെട്ടി കുരുക്ക് കഴിച്ച് നിഹാലിനെ പിടിച്ചോണ്ട് പുറത്ത്. അപ്പൊ സുബിൻ ടെറസിന്റെ പുറത്തിരിക്കുക, ഞാൻ ബൈക്കിൽ കയറി നിഹാലിനെ കൂടെ പോയി. പക്ഷെ ഇത് ദീർഘദൃഷ്ടിയോട് കണ്ട സുബിൻ ബൈക്കിന്റെ ബ്രേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിത്യാഭ്യാസിയെ പോലെ ആ ഓടിന്റെ പുറത്ത് നിന്നും അടിച്ചു കുത്തി താഴെ വീട്. പക്ഷെ അതിനുശേഷമാണ് ഇൻട്രസ്റ്റിംഗ് ആയത്. ആൾമാറാട്ടം, മുഖം മൂടി. ഇത്രയും മണ്ടന്മാരാന്ന് മനസ്സിലാവൂടാ ആൾക്കാർ. അയ്യോ പോയല്ലടാ. അല്ല എൻ്റെ കാതിൽ ചെറിയൊരു ഉണ്ണിയുണ്ട്. പുള്ളി പറഞ്ഞത് സ്വിച്ച് എന്നാ. അത് ഞെക്കി അങ്ങനെ നനങ്ങാതെ ഇവനോ ഓഫാക്കി വെക്കാൻ പറ്റില്ല. അത്രയൊക്കെ ഇനി അങ്ങനെ തന്നെ ഇല്ല. ഞാൻ സ്പീഡിൽ പറയും, അത് അപ്പൊ വരക്കണം. നീ കളിച്ചിട്ടുണ്ട് കളി? അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. മയിൽ, ടിഷ്യൂ പേപ്പർ, സൂര്യൻ, മയിൽ, ചട്ടുകം, ടിഷ്യൂ പേപ്പർ, ഇലക്ട്രിക് പോസ്റ്റ്, കള്ളൻ, സൂര്യൻ, രാജാവ്. അത് അജുവേട്ടന്റെ കഴിവാണ്, ഇവന്റെ കഴിവല്ല. അല്ലല്ല, വര കാരണം എനിക്ക് പറ്റിയ പ്ലൂട്ടോയിൽ ഇതുപോലത്തെ കഥയല്ല. ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇന്റർവ്യൂ നമുക്ക് തന്നെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ എന്തായാലും സിനിമ ഒരു വലിയ ഹിറ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് കഥയാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. പ്ലൂട്ടോ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 5 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് എൻ്റെ കിളിയൊക്കെ പാറി. ഇപ്പൊ സമയം 10 മണി. നിങ്ങളുടെ എനർജി ഇപ്പാണ് ഇവർ സൈലന്റ് ആയിട്ട് ഇരിക്കണേ. ഇത് വേറെ നിങ്ങളുടെ ഒരു എനർജി ഉണ്ടല്ലോ. എന്താ ഇതിന്റെ രഹസ്യം? ശരിക്കും ഞങ്ങൾക്ക് കുറെ സാധനങ്ങൾ ഇട്ട് തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പൊ സമയം 10 മണിയായി. നമ്മുടെ അവസാനത്തെ ഇന്റർവ്യൂ ആണ്, ലാസ്റ്റ് ഇന്റർവ്യൂ. സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളെ പോലെ നിങ്ങൾ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഹാപ്പി ആയിട്ട് പോവാം. ഞാൻ ഡയറക്ടറോട് സംസാരിച്ചപ്പോ പറഞ്ഞത് നോർമൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും വേണ്ട, കുറച്ച് ഗെയിംസ് ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ ഇവർ ഓക്കെ ആയിരിക്കുന്നതാണ്. എന്താ നിഹാൽ അങ്ങനെ ഒരു നോട്ടം? എന്തോ അങ്ങനെ പറയാലോ. അപ്പൊ എന്നോട് പറഞ്ഞത് ഗെയിംസ് കൊടുക്കണമെന്നാ. എപ്പോഴും ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ ഞങ്ങൾക്ക് കൊച്ചു പിള്ളേരുടെ മനസ്സാണ് ഞങ്ങൾക്ക് ഗെയിംസ് ആണ് വേണ്ടത്. എനിക്ക് അതിന് വേണ്ടിട്ട് ഓൾറെഡി ഇത്ര നേരം സംസാരിച്ച ആള് ഇന്റർവ്യൂ തുടങ്ങിയപ്പോഴത്തേക്ക് സൈലന്റ് ആയി. ഭയങ്കരമായി മാന്യനായിട്ട് മറ്റേ നന്മ പിടിക്കുവാണ്. നന്മ പിടിച്ച് ഇപ്പം ചോദിച്ചു ഇവരുടെ കൂടെയൊക്കെ അഭിനയം. അവിടെ ഇരുന്ന് പച്ചത്തേറി വിളിക്കുക, ഞങ്ങളെയൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ഹരാസ്മെന്റ് ഒക്കെയാണ്. പക്ഷെ ഇതിലിപ്പോ വന്നിട്ട് പെട്ടെന്ന് ജൂനിയർ ആണ്.
ചോദ്യങ്ങൾ വരട്ടെ അല്ലേ? ഓൾറെഡി ആദ്യത്തെ ടാസ്ക് ഞാൻ 3 ടാസ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോർമലി ചോദിക്കുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾ മടുത്തത് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേര് ഞാൻ തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ആരാണ് കിട്ടിയിട്ടുള്ളത്, അവർ ഏലിയനെ കാണുകയാണെങ്കിൽ അവര് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവര് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഇത്രയും നാള് നിങ്ങൾ ഇത്ര കമ്പനി ആയിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടത്തി എനിക്ക് മനസ്സിലാക്കി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കിട്ടിയ പേരിലെ ആള് ഏലിയനോട് കൂടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെ. ഈ ഒരു ചോദ്യത്തോടു കൂടി അത് ആരാന്ന് പൊളിയോ? ഏത് അത് പറയാൻ പാടില്ല, പേര് പറയാൻ പാടില്ല. കേൾക്കുന്ന ആള് അത് ഐഡന്റിഫൈ ചെയ്യണം, ഇയാളെ കുറിച്ച് ഇയാളായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ചെയ്യാൻ പറ്റും ഇയാൾക്ക്? എത്രയും ചെയ്യാം. അല്ല, എത്ര കാര്യങ്ങൾ വരെ പറഞ്ഞാൽ മനസ്സിലാവണോ? അത് അത് ഒരു 3 കാര്യങ്ങൾ പറ. ഓക്കെ, ഗസ് ചെയ്യാം. അവിടുന്ന് തുടങ്ങിക്കോ. അവിടെ നിന്ന് തുടങ്ങി. നീ തുടങ്ങി. ലേഡീസ് ഫസ്റ്റ് അല്ലേ? അതെ, അത് അവിടെ നിന്ന് തുടങ്ങി. ഗേൾസ് ഫസ്റ്റ്. ഗേൾ ഫസ്റ്റ്. പേര് പറയാൻ പാടില്ല, പക്ഷെ അത് കേൾക്കുമ്പം നമുക്ക് തോന്നണം ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളുടെ പേരാ. ഭയങ്കര ഈസി ആയി. നേരത്തെ അൽത്താഫ് പറഞ്ഞു. എന്ത് അങ്ങനെയല്ല, അയാൾ ഏലിയനെ കണ്ട ആ കുട്ടി അറിയാതെ പേര് പറഞ്ഞു. അത് ഇപ്പോഴും കത്താത്ത പൊട്ടമായി. ഞാൻ എന്താ അറിയോ, ഞാൻ എന്താ പറയാൻ വിചാരിച്ചാലോ, എനിക്ക് അൽത്താഫ് ഖാനെ കിട്ടിയ അപ്പൊ മോനെ പഠിപ്പിക്കാൻ പറയും, ഏലിയനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത് ഞാൻ പറഞ്ഞ നേരെ നിങ്ങൾക്ക് കിട്ടൂല. അൽത്താഫ് ഖാൻ പറഞ്ഞല്ലേ പറ, അൽത്താഫ് ഖാൻ എന്താ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. അല്ല, നേരത്തെ ഇന്റർവ്യൂല് അൽത്താഫ് It was still the secret was safe. നേരത്തെ അൽത്താഫ് ഖാൻ ഇതേപോലെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു എന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ. അത് അൽത്താഫ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്കറിയില്ല, നമുക്ക് ഇപ്പോഴും അറിയില്ല. വേറൊരു പേര് കൊടുത്തു ചെവിയില്. ഓക്കെ, വേറൊരു പേര് കൊടുത്തു. ക്ലാരിറ്റി ഇട്ടില്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓക്കെ ഓക്കെ, പേര് കൊടുത്തിട്ടുണ്ട്. എനിക്കതേ പൊട്ടമാർക്ക് ഏതാ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങിക്കോ. ഞാനോ? ആ, കിട്ടിയാളുടെ പേര് പറയരുത്. സമയം എടുക്കും തോന്നുന്ന ആളെ കുറിച്ച് പറയാം. അറിയാന്ന് പറഞ്ഞ ഞാനിത്തുള്ളൂ ഒറ്റ ചോദ്യത്തിൽ കിട്ടും. എനിക്ക് ഈ പറഞ്ഞ പോലെ കുറെ ഷൂസ് വേണം. ഓ, പക്ഷെ ആ നീ എവിടെയും ചോദിക്കും. അതെ, അവിടുത്തെ ഇപ്പൊ ഭൂമിയിലൊക്കെ നിന്നിട്ടുണ്ട്. അവിടുത്തെ പക്ഷേ നീരജിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കുന്ന പകുതി പേര് പുതിയ ഷൂ കളക്ഷൻ, ഡ്രസ് കളക്ഷൻസ് ഇതൊക്കെ കാണാൻ ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. നിങ്ങൾ എല്ലാരും നോക്കാറുണ്ടോ ഇൻസ്റ്റഗ്രാമിൽ എന്താ പുതിയത് ഇറക്കണേ? അവനോട് പറയരുത്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ഇവനൊരു ഷൂസ് ഒരു ബെറ്റ് വെച്ച് പോയി. ആ ബെറ്റിൽ ഇവൻ ജയിച്ച് എപ്പ തരാന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ സിനിമ റിലീസ് ആയതിനു ശേഷം സൈസ് എത്രയാണ്? 10 ഷൂസിന്റെ. നിന്റെ 8 അല്ലേ? പിന്നെ പറ്റില്ലടാ, എന്റെ കയ്യിലുള്ളതൊന്നും തരാൻ പറ്റില്ല. പുതിയ മേടിക്കണം. കയ്യിലുള്ള ആര് ചോദിച്ചിട്ടുണ്ട്? പഴയ ഷൂസ് കൊടുക്കാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ആള് പറഞ്ഞ വാങ്ങി. എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഇതുണ്ട്, റിലീസിന്റെ അന്ന് കൊണ്ട് തരുമെന്നുള്ള ഇന്റർവ്യൂ ആണ്. കുറച്ച് മാന്യനെന്നാണ് എന്റെ ഒരു ധാരണ. ഓക്കെ, വാക്ക് പറഞ്ഞാൽ പാലിക്കുകയില്ല. അത് അങ്ങനെ പറയാൻ പിന്നെ പാലിച്ചില്ലല്ലോ. അതെ, സമയമുണ്ട്. പറയും, ഇത് ആരുടെ പേരാ കിട്ടിയിട്ട് പേര് പറയരുത്. അവര് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തരും. ഏലിയനെ വെച്ച് ഒരു 3-4 റീൽസ് ഒക്കെ എടുക്കും. നിഹാൽ. നിഹാൽ മാസ വരുമാനമാക്കും. പൊതുവെ സിനിമ ഷൂട്ടിങ്ങിന് പോകുമ്പോ ബാക്കിയിൽ വെച്ചിട്ട് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങള് തന്നെ ഈ സെറ്റ് ചെയ്തിട്ടുണ്ടോ? അയ്യോ, അങ്ങനല്ല, നമ്മള് തന്നെ സമയം കിട്ടുമ്പോ ചെയ്യാറുണ്ട്. ഓക്കെ, ദിനചേട്ടൻ പറയും. പറയാതെ തന്നെ പറയട്ടോ. എന്നാലും ഞാൻ പറയട്ടെ പ്ലീസ്. എന്തെങ്കിലും ഒരു വളിപ്പ് എന്നാലോചിച്ചോട്ടെ. നീ പറ. അപ്പോഴേക്കും എന്റെ
ആദ്യം ചോദിക്കുന്നതല്ലേ ബാ വിറ്റടിച്ചിരിക്കാന്നൊക്കെ പറയും. വാ ഏലിയ വിറ്റടിച്ചിരിക്കാന്ന് പറയാം. സെറ്റിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് ചളിയൊക്കെ പറയുന്നത് ഏലിയന് മുമ്പ് ആള് ചിരിക്കും. ഞാനിന്നാണ് ഇത്രയും സംസാരിച്ചത് ഇന്ന്. സൂര്യണ്ണനെ അറിയാം ഇല്ല അണ്ണ? ഡ്രാക്കുളയുടെ മേക്കപ്പ് ഇട്ടിരിക്കുകയാണ്. നിരുചേട്ടൻ പറഞ്ഞോ. ഓ ഏലിയന്റെ അടുത്ത് അവിടെ ഫിലിം ഇൻഡസ്ട്രി ഉണ്ടോന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ അവിടെ ഒരു ചാൻസ് വേണമെന്ന് പറയും. ഞാൻ പക്ഷെ ചോദിക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവരൊക്കെ ഇങ്ങനെ പുതിയൊരു ഇൻഡസ്ട്രിയിലോട്ട് കന്നഡ തെലുങ്ക് നിഗ്രഹത്തിലൂടെ ഇവിടെ എന്താ കിട്ടിയേ? പറയരുത്. ഏലിയന്റെ അടുത്ത് അവിടുത്തെ ഫുഡ്സിനെ പറ്റി വേണമെങ്കിൽ ചോദിക്കും. അവിടുത്തെ ഫുഡ്സ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വേറെ അത് കത്തിയിട്ടില്ലെങ്കിൽ ഞാൻ വേറെ കൊണ്ടുപോകാൻ പറയും. അതിനെന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ കൊണ്ടുപോവാൻ? മനസ്സിലായില്ല. ഫുഡിയാ ഭയങ്കര ഫുഡിയാ. പിന്നെ അവളുടെ ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്തായിരുന്നു പരിപാടി. ഞങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്യും. നമ്മള് കഴിക്കുന്ന സാധനങ്ങളുടെ അല്ലേ സ്റ്റോറി ഇടുള്ളൂ. ഇവള് വെറുതെ അവിടുന്ന് ഇവിടുന്നൊക്കെ റീൽ എടുത്തിട്ട് സ്റ്റോറി കഴിക്കാൻ ആഗ്രഹമുള്ളതല്ലേ. നമുക്ക് കൊതിയാവുന്ന കാണുന്ന റീൽസ് ഒക്കെ ഇടും. നാട്ടുകാർ ഫുഡ് കഴിക്കുന്നത് അതൊക്കെ എടുത്ത് സ്റ്റോറി. എന്താ അതിനുള്ളതുള്ളൊരു എനിക്ക് മനസ്സിലായിട്ടില്ല. മാക്സിമം എല്ലാം സ്റ്റോറി ഇട്ട് കാണുന്നത് ഒരു പാഷനായിട്ട് കാണുന്ന ഡയറ്റ് ഒരാളായിരിക്കും. ഉള്ളതുകൊണ്ട് കണ്ട് തീർക്കുക. കണ്ടു തീർക്കുക. നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കും കൊതി വരുമല്ലോ. നിങ്ങൾക്ക് ഇത്രയും മെമ്മറി ഉള്ളതുകൊണ്ട് ഞാനൊരു മെമ്മറി ടെസ്റ്റ് അടുത്ത് നടത്താൻ വേണ്ടി പോകുന്നേ. മെമ്മറികളുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഇല്ലേ? കണ്ടിട്ട് മെമ്മറി ഉണ്ടെന്ന് തോന്നി. ഓർത്ത് കാര്യങ്ങൾ പറയുന്നു. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ടീമാക്കാം. സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങൾ 2 ടീം ആവണം പ്ലീസ്. 2 ടീം. ആരൊക്കെ ടീം? നിങ്ങൾ 3 പേരും നിങ്ങൾ 2 പേരും. ഓക്കെ. ഒരു ബോർഡ് പവർഫുൾ ടീം ആയി പോയി. എന്താ? അല്ല അത് രണ്ടുപേരേ ഉള്ളൂ. 2 മണ്ടന്മാരായി. അതവര് ചിരിക്കും. ഒരു സമയത്ത് ഒരാൾക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. സോ നിങ്ങൾ അത് കള്ളക്കളി കളിക്കുന്നുണ്ടോ നോക്കാം. ഞാൻ ഓർഡറിൽ നിൽക്കട്ടെ. ഇവർ രണ്ടുപേരും ടീം. ഓക്കെ. പക്ഷെ ഓക്കെ ഡൺ. ഓക്കെ. അപ്പൊ എന്താ വെച്ചാ ഞാൻ രണ്ടുപേരെ കൂടെ നിക്കാം. ഓക്കെ. അപ്പൊ ഒരു സമയത്ത് ഒരാള് മാത്രം ടെൻഷൻ തുടങ്ങി. ഒരു സമയത്ത് ഒരാള് മാത്രം ഇത്രയും വിചാരിച്ചു. അതായത് ഇത് 12 കോൾ ഉണ്ട്. ഓക്കെ. ബാക്കിലും ഫ്രണ്ട് 12 കോൾ ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് അതൊക്കെ അറിയാം. 12 കോൾ ഉണ്ട്. അപ്പൊ ഞാൻ 12 വാക്കുകൾ പെട്ടെന്ന് പറയും. ഇതിൽ ആർക്കാണോ നന്നായിട്ട് ചിത്രം വരക്കാൻ അറിയുന്നത് അവർക്ക് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ പറയുന്ന വാക്ക് വേഗം ചിത്രം വരക്കാം സ്പീഡില്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും. അത് ചോദിക്കുന്നത് വരച്ച ആളോടല്ല, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോടായിരിക്കും ഞാൻ ചോദിക്കാം. അപ്പൊ 3 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അത് കൃത്യമായിട്ട് പറയാ. ആരാണോ 3ഉം ശരിയാക്കുന്നത് അവര് ജയിക്കും. ഓക്കെ. എന്താ നിനക്ക് മനസ്സിലായെന്ന് പറഞ്ഞു? ഓരോ സാധനം പറയും. അത് പറയണം. ഞാൻ ഒന്ന് തുടങ്ങും. ഞാൻ വാക്കുകളായിരിക്കും പറയാം. അത് ആദ്യം പെട്ടെന്ന് വരയ്ക്കണം. പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ. കാരണം ഈസി ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് പറയാൻ പറ്റുന്ന രീതിയിലാണ് വരക്കാൻ. ഓക്കെ. റെഡിയാണോ? ഇല്ല, ഞാൻ സ്പീഡിൽ പറയും. അത് അപ്പൊ വരക്കണം. നമ്മളിന്ന് വരയാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ആദ്യത്തെ പറയട്ടെ. എഴുതാൻ പാടില്ല, വര മാത്രം. ഒരു ഡൗട്ട് കേൾക്കും. പക്ഷെ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവര് വരയ്ക്കും. അതാണ് ഓർമ്മശക്തി. നീ കളിച്ചിട്ടുണ്ട് ഈ കളി? അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാവീണ്യം നേടിയ കളിയാണ്. റെഡി? ആട്, മെഴുകുതിരി, 2 മെഴുകുതിരി, പ്ലൂട്ടോ, ബുള്ളറ്റ്, തൊപ്പി, ബുള്ളറ്റ്, തൊപ്പി, മയിൽ, സ്പീഡിലെ, ചട്ടുകം, ടിഷ്യൂ പേപ്പർ, പോസ്റ്റ്, ഇലക്ട്രിസിറ്റിയാ, കള്ളൻ, സൂര്യൻ,
സൂര്യൻ. രാജാവ് 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 രാജാവ്. പൊളി. അതൊന്ന് കാണിക്കുക വരച്ചത്. അടിപൊളി. പൊളി. ഇവിടെ കഴിഞ്ഞു. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ ജയിച്ച് ജയിച്ച്. ചേടാ അല്ല ബ്രില്യൻറ്റ്. ഇതെങ്ങനെ ചേട്ടൻ ഇത് കണ്ടു കണ്ടു എനിക്ക് പറ്റോ? ഓക്കെ ഇത് ആട്, അത് ഓക്കെ. മെഴുകുതിരി, ആ പ്ലൂട്ടോ, ആ ബുള്ളറ്റ്, ആ തൊപ്പി, ആ മയിൽ, ചട്ടുകം, ടിഷ്യൂ പേപ്പർ, ഇലക്ട്രിക് പോസ്റ്റ്, കള്ളൻ, സൂര്യൻ, രാജാവ്. അത് അജുവേട്ടന്റെ കഴിവാണ്. അല്ല വര കാരണം എനിക്ക് പറ്റിയ. അതൊന്നും വായിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? അത് അജുവേട്ടന്റെ ഷാർപ്നെസ് ഇല്ല ഇങ്ങനെ വരച്ചത് വരയ്ക്കും. ബ്രില്യൻറ്റ്. ഞാൻ ഇതുവരെ വരയ്ക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഇത് കണ്ടതിന് ശേഷം എനിക്ക് വരയ്ക്കാൻ അടുത്ത് ബ്രില്യൻറ്റ്. ഓക്കെ ശരി. അപ്പൊ അടുത്ത് ഭയങ്കര ഭംഗി വരയ്ക്കരുത്. ഇതെന്തായിരുന്നു? വരച്ച അത് മയിൽ. ഓക്കെ ഓക്കെ. നോ 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 അത് ശരി. ഇതും പഠിക്കുക. ഓർക്കല്ലേ? കൊടുക്ക്. ഇവര് ചിലപ്പോ ഇതല്ലേ അടുത്തത് വരയ്ക്കുക. ആ ഞാൻ അടുത്ത് അങ്ങോട്ട് പറയും. വേറെ ചോദ്യാ. അല്ല അപ്പൊ ഇത് മായ്ക്കുന്നില്ല. ഇത് വായിക്കുന്നില്ല. അത് നോക്കരുത്. ഇത് പിന്നെ നമ്മളുണ്ട് ഇതിലും. ആ പിന്നെ ആ ഓക്കെ. അവര് വേഴ്സസ് നമ്മളാണ്. ആരാ വരയ്ക്കുന്നത്? ഇതിപ്പോ ഫുൾ മാർക്ക് വാങ്ങിയിട്ടാണ് ഇവിടെ ഇരിക്കണേ. നിമ്മ പറയണം, ഓർത്ത് പറയണം. ശരി ഫുള്ള് വർക്ക്. ഓക്കെ റെഡി റെഡി തുടങ്ങട്ടെ. ആട്, മെഴുകുതിരി, പ്ലൂട്ടോ, ബുള്ളറ്റ്, സെയിം ആണ്. തൊപ്പി, മയിൽ. ഇതെന്ത് ഇത് ഇത്ര അങ്ങനെ ഇങ്ങനല്ല ഇവർക്ക്. ഓക്കെ ഇത് എത്ര എത്തി? മൂന്നെണ്ണായിട്ടുള്ളൂ, ഒന്നോടെ പറ. മൂന്നെണ്ണായി. മൂന്നെണ്ണത്തി. ഓക്കെ ബുള്ളറ്റ്, തൊപ്പി, മയിൽ, ചട്ടുകം, ടിഷ്യൂ പേപ്പർ, പോസ്റ്റ്, കള്ളൻ, സൂര്യൻ, ടിഷ്യൂ പേപ്പർ, സൂര്യൻ, പോസ്റ്റ് രാജാവ്. പോസ്റ്റ് എന്തോ മിസ്സായി. രണ്ടെണ്ണം മിസ് ചെയ്ത്. വാവ് ചേച്ചി അവിടെ കുറച്ച് സ്ലോ ആയിരുന്നു. എനിക്ക് പാടെ മറ്റേ ലതാണൊക്കെ പോകുന്നത്. അവിടെ കുറച്ച് slow ആയി. എല്ലാണ്ട് ചതുരം, പറയൂ. ത്രികോണം, പറ മോളെ. വൃത്തം, അവിടെ എന്ത് പറയാനാടാ? ശരി ആദ്യത്തേത് ഹാർട്ടല്ല, ആട്. അത് കഴിഞ്ഞ് ഇവര് പോവാണ്. ഇതെങ്ങനെയാണ് ആടാവ്? ചേട്ടാ ആടിന് മുമ്പ് പോയല്ലേ? അതായത് ഇവിടെ ഇച്ചിരി സ്ലോ ഉണ്ടായിരുന്നു. ആട് slow ആയിരുന്നു. മേയം പോയി. slow ആയിരുന്നു. ഈ കളിയിൽ ഞാനിങ്ങനെ ഇവന്റെ ടീമായിരുന്നെങ്കിൽ ദൈവമേ. ആടില് അല്ലല്ല, ചേച്ചി വൈ സ്പീഡായിരുന്നു. ശരി എല്ലാ കളിയും ബുദ്ധിമുട്ട് ജയിക്കാൻ പറ്റും. മറന്നു പോകാതെ പറ. ഓക്കെ പറയൂ. എന്നാ തിരിച്ചു കാണിക്കും, ഞങ്ങളുടെ കാണിക്ക്, എന്നിട്ട് പറയാൻ പറ. ശരി അങ്ങനെ പറ്റുമോ? ആ പറ്റും. ഇല്ല, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അങ്ങനല്ലല്ലോ. ഓക്കെ ആട്, ഐസ്ക്രീം. പറ മോളെ. മെഴുകുതിരി, നോക്കി പറ മോളെ. മെഴുകുതിരി, അടിപൊളി. ടിഷ്യൂ പേപ്പർ, പ്ലൂട്ടോ, ഓക്കെ അടിപൊളി. മറ്റേ ബുള്ളറ്റാ, അടിപൊളി. ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ ഇതെന്തായിരുന്നു? മറ്റേ bullet. മയിലായിരുന്നു. അല്ല അല്ല തെറ്റി ഒന്ന്. ഞാൻ പറയാം. മഷ്റൂമോ? ഇത് ഐസ്ക്രീം. ഇത് തൊപ്പിയാണോ? ആ കറക്റ്റ്. ഓക്കെ, അതിന്റെ അപ്പുറത്ത് മയില്, ആ ഓക്കെ ഇങ്ങനെ തൊപ്പി. ചട്ടുകം, അതെ ടിഷ്യൂ, അതെ. സൂര്യനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതന്നെ. അല്ല wrong. ഞാൻ പറയുന്നില്ല. അല്ല 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 സൂര്യനോ? ആ പിന്നെ അത് സൂര്യ ഇങ്ങനെ സൂര്യനാണ് ഉദിക്കുന്നതിന് മുമ്പ് ഒരു വരച്ചിരിക്കുന്നത്, question പക്ഷെ ഉണ്ട്. അവിടെ അതല്ലല്ലോ അവിടെ അവിടെ. അല്ലല്ല. അത് ലേറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ അവസാനത്തെ അത് കൊച്ചു അവസാനത്തെ എന്താ? വരച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ അവസാനം നോക്കി വരച്ചേക്ക് നോക്ക്. നോക്കിയൊന്നും ബ്രെഡ് ടോസ്റ്റ് എന്ത്? ഞാൻ ബ്രെഡോ ബ്രെഡ്. ഇതെല്ലാം നീ ബ്രെഡ് ആദ്യം പക്ഷെ first piece ഇങ്ങനെയല്ലേ? രാജാവ് ലാസ്റ്റത്തെ ആണ് രാജാവ്. പക്ഷെ അത് വരച്ചിട്ട് പോലും ഇല്ല. രാജാവ് രാജാവാണ് ഏറ്റവും ലാസ്റ്റ്. രാജാവ് വരച്ചിട്ടില്ല. ഇല്ല അത് തൊപ്പി വെച്ചപ്പോ കോനൈസായി പോയതാ. അല്ല രാജാവാണ് വരച്ചിട്ടില്ലേ?
അല്ല വേറെ കാര്യമുണ്ട്. തിരിച്ച് നോക്ക്. ചേച്ചി ഇവിടെ മനസ്സിലായത് എന്റെ അടുത്ത് എത്തിയ മറ്റേ കേരള മുക്കട പഞ്ചായത്ത് കേരളപുരം ബസ് ഇട്ടടിച്ചു വരുന്നത്. ഇവിടെ നല്ല സ്ലോ പറഞ്ഞു പോണ്. അതെന്താ ആദ്യം പുള്ളിക്കാരത്തേക്ക് അറിഞ്ഞൂടാ പഠിച്ചു വരിക. പക്ഷേ അതില് എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ നിനക്ക് കുറച്ച് ബിൽഡപ്പ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു സാധനം ഈ അവൻ മറിച്ചത് കാണിച്ചേ brilliant. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ഇൻസ്റ്റഗ്രാം റീൽ ഓൾറെഡി കണ്ടെന്ന് പറഞ്ഞില്ലേ? നന്നായിട്ട് വരയ്ക്കും. അല്ല വരയ്ക്കാൻ പറ്റൂലല്ലോ. ഈ ഏരിയയിൽ അവന് കഴിവ് കുറച്ച് എനിക്ക് കളി അറിയാം. ആ പിന്നെ ബാക്കിയുള്ള ഗെയിമിൽ സ്കോർ ചെയ്ത് നിഹാലാണ്. അയ്യോ അങ്ങനെയൊന്നും ഇവര് ചുമ്മാ ആ അയ്യോ അതോടെ കിട്ടിയിരുന്നേല് പോസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ കളിക്കാൻ പറ്റുമോ ഇത്? ഇത് മായ്ക്കാൻ പറ്റോ? മതി. അല്ല അവളെ സമ്മതിക്കണം. സമ്മതിക്കണം. അവളത് പറഞ്ഞു. അതായത് മനസ്സിലാവാത്ത തിരിച്ച് മനസ്സിലാവാത്ത ഇത് കണ്ട് 8 എണ്ണം കറക്റ്റ് ഞാൻ പോസ്റ്റ് വരച്ചില്ല. ലാസ്റ്റും സെക്കൻഡ് ലാസ്റ്റും ആണ് നിഹാൽ ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ. അത് രണ്ട് ഞാൻ പക്ക പറഞ്ഞു. ഓ രാജാവെന്ന്. സൂര്യനും സൂര്യനും രാജാവും. രാജാവും അത് പക്ക എല്ലാം പറഞ്ഞു. അതാ സൂര്യൻ കൊള്ളാം. അത് ഏത് രീതിയിലാണ് അത് രാജാവ്? അത് രാജാവ് എങ്ങനെ? രാജാവിനെ പറ്റിയില്ല. അത് അതല്ല, രാജാവെന്ന് പറഞ്ഞപ്പോ എഴുതിയപ്പോ അത് ഓർത്തു. അടക്കിയ രാജാവ്. നേരത്തെ ലാസ്റ്റ് ലാസ്റ്റ് ഓർത്ത് വെച്ചത്. അതാണ് ഓക്കെ ഓക്കെ. അല്ലേ അത് കണ്ട് എങ്ങനെ ഞാൻ പറഞ്ഞത് അവര് ജയിച്ചു. എന്താ പറയാ, ഈ വര കണ്ടിട്ട് ഇത്രയും പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്തെങ്കിൽ എന്റെ ടീമല്ലേ എനിക്ക് അഭിമാനിക്കാം. Yes, yes. നല്ല വര. കേൾക്കാതെ കളിക്കാൻ ഇല്ല ധൈര്യം. പക്ഷേ ആ അത് ചെയ്യും. കേൾക്കാതെ കളിക്കാൻ ധൈര്യം. പക്ഷെ സ്പീഡ് കുറച്ചാല് നീ വരയ്ക്കുന്ന ഇങ്ങനല്ലേ? ഇല്ല വരയ്ക്കും. കേൾക്കാതെ വരയ്ക്കാനോ? അതായത് നിങ്ങളുടെ ടീംമേറ്റ് കേൾക്കാതെ നിന്നെ ചെവിയിൽ മാത്രം പറഞ്ഞിട്ട് വരച്ചിട്ട് കളിക്കാനുള്ള ധൈര്യം ഉണ്ടോ? വേണ്ട, ഈ കളി മതി. എനിക്ക് തോക്കാൻ വയ്യ. പക്ഷെ നിങ്ങൾ ഒരുപാട് കഥകൾ കേൾക്കുന്ന, കഥകൾ പറയുന്ന, കഥകൾ ചിന്തിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു കഥ റൗണ്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഇത് ലാസ്റ്റ് ടാസ്ക് ആണ്. അതായത് ഞാനൊരു കഥയുടെ തുടക്കം പറയും. ഈ കഥക്ക് എൻഡ് വരരുത്. ആയുധം വെച്ച് കീഴടങ്ങി. ചെവി കൊണ്ടാണ് ഈ പെൻസിലെടുത്ത് കഥ നമുക്ക് ഡെവലപ്പ് ചെയ്യാം അല്ലേ? കഥ ഡെവലപ്പ് ചെയ്യണം. ഇത് ഒരുമിച്ച് നിങ്ങൾ എല്ലാരും ചേർന്നതാണ്. ഇതൊരു ടീമില്ല. ഓക്കെ. അപ്പൊ കഥയുടെ തുടക്കം ഓരോരുത്തരും ലൈൻ പറയുന്നത്. അതെ 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 കണ്ടിന്യൂ ചെയ്ത് പോണം. കഥക്ക് അവസാനിക്കാൻ പാടില്ല, അവസാനിക്കാൻ പാടുള്ളൂ. നമുക്ക് ടീനേജ് മൂവി സ്റ്റോറി ആക്കിയാലോ? അതിന്റെ ടീമേറ്റ്സ് അതാ. ബാക്കി ഞാൻ എന്തത് സ്കൂളിൽ അതായത് ഒരു കഥയുടെ തുടക്കം ഞാൻ പറയും. ആ കഥ ഇവര് ബാക്കി പറയണം. കഥക്ക് എന്റെ സമയം പറയും. പക്ഷെ എന്റെ തീർക്കരുത്, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓക്കെ. ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അത് ഏത് രീതിയിൽ ഇഷ്ടത്തിന് കൊണ്ടുപോവാ. ഓർഡർ ഉണ്ടോ? ആ ക്രമത്തിൽ ഞാൻ തുടങ്ങാം. അപ്പൊ അതനുസരിച്ച് പിന്നെ നമ്മുടെ മാറാ ഇഷ്ടമുള്ള പോലെ പോണം. അല്ലേ അങ്ങനൊന്നുമല്ല. എപ്പോഴും സ്ട്രിക്ട്ലി യു റേറ്റിംഗ് കഥയുടെ. ഓക്കെ. ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോവാ. കഥയുടെ തുടക്കം ഇതാണ്. രാത്രി ഒരു 12 മണി. കണ്ടോ, ഞാൻ പറഞ്ഞത് നന്നായില്ലേ? നന്നായി യു എന്ന് പറഞ്ഞത്. നിഹാലിന്റെ മുറിയിൽ പുതച്ചു. 12 മണിക്ക് കുളിക്കുന്നോ? അല്ല, കുളിക്കൽ ഉറങ്ങാ. നിഹാലിന്റെ മുറിയിൽ പുതച്ചു മൂടി കിടന്നുറങ്ങായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം. ഞാൻ ബെല്ലടിച്ചു. വീണ്ടും ബെല്ലടിച്ചു. ആരും തുറക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന സുബിനോട് പറഞ്ഞു, അവന്റെ വിവരമൊന്നുമില്ലല്ലോ, എന്താണെന്ന് പോയി ടെറസിൽ കയറി നോക്കാൻ പറഞ്ഞു. ഓടി പൊളിച്ച് ഞാൻ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. നിഹാൽ ഉറങ്ങുകയല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കുരുക്കിട്ട് കുരുക്കിനകത്തൂടെ നോക്കി കണ്ണ് നിറങ്ങി നിൽക്കുന്ന അവൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അത് അപ്പൊ പെട്ടെന്ന് കൊട്ടി. അവിടെ നിർത്തി ഞങ്ങൾ. കുരുക്കിൽ നോക്കി കണ്ണ് നിറങ്ങി കുരുക്കിൽ നോക്കി. അങ്ങനെ കുരുക്കില് നോക്കിക്കൊണ്ട് സ്വയം ജീവൻ കൊടുക്കുകയാണെന്ന് നമ്മൾ കരുതിയ നിഹാൽ പെട്ടെന്ന് കട്ടിലടിയിൽ നിന്നും തല മൂടി കെട്ടിയ ഒരു രൂപത്തെ വലിച്ച് പുറത്തേക്ക് എടുക്കും. പാതി അനങ്ങുന്ന ഒരു മനുഷ്യ ശരീരം പോലെ തോന്നിയിരിക്കുന്ന ഈ രൂപത്തെ എടുത്ത് തോളിൽ തട്ടി കയറ്റി അതിന്റെ കഴുത്തിൽ കുരുക്ക് അണിയുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നിഹാൽ. ത്രില്ലർ കഥ മാറി. ഞാൻ ഇങ്ങനെ കുരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുബിനാണ് എടാ എന്നൊരു വിളി.
നിഹാല് പതറുകയാണ്. പതറി ഞാനും സുബിനും നേർക്ക് നേർ. ആയിക്കോട്ടെ. അപ്പോഴും അജിച്ചേട്ടൻ കടടകാ മുട്ടുന്നു. പാനിക്കായി നിൽക്കുന്ന നിഹാൽ സുബിനെണ്ണൻ നേർക്ക് നേർ നോക്കുന്നു. കൊട്ടുന്ന അജിച്ചേട്ടൻ ഈ ഈ ഈ ശവ പാതി വന്ന് അൽഫാം പാതി വന്ന് ആ ശവത്തെ കുരിക്കാനല്ലേ ഞാൻ നോക്കിയത്. ശവം ആരെങ്കിലും ആക്കേണ്ടി വരും. ഇത് ശവമാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അത് ചാക്കിനകത്താ. ചാക്കിനകത്താണ്, ആളെ വ്യക്തമായിട്ടില്ല. അടിച്ചു വിടാൻ നിനക്ക്. അജുവേട്ടൻ ആ വാതിൽ പൊട്ടിച്ചു വന്ന് ഈ ചാക്കിന്റെ അകത്തുള്ള ഡെഡ് ബോഡി നോക്കുമ്പോ അത് നമ്മുടെ ഏലിയൻ. ഇനി പോരട്ടെ. ഞാൻ വിചാരിച്ചേ കുട്ടിലോട്ട് പോകുന്നു, അവിടെ ഡാർക്കിലോട്ട്. ഈ ഏലിയൻ മരിച്ചോ? ചത്ത് കിടക്കുവാണോ? ഏലിയനെ കണ്ടതും ഞാനും നിഹാലും ഫ്ലാഷ് ബാക്ക്. ഞങ്ങൾ ഒരുമിച്ച് തട്ടിക്കൊണ്ട് വന്നതാണ് ഈ ഏലിയന്. ഞാനും നിഹാലും കൂടെ ഒരുമിച്ച് തട്ടിക്കൊണ്ടുവന്ന ഏലിയന് വിൽക്കാൻ വേണ്ടി ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പുറത്തുപോയി വന്ന സമയം കൊണ്ട് ഇവന് എന്തൊക്കെയോ സ്വയമായി എന്തോ ഭീതിയൊക്കെ വന്നിട്ട് ഈ പ്രവൃത്തിയിലോട്ട് എത്തിയത്. ഈ ഇപ്പൊ നമ്മള് തുടങ്ങിയ പ്രവൃത്തി. അവിടുന്ന് ഞാൻ വീണ്ടും ഏലിയനെ കെട്ടി കുരുക്ക കഴിച്ച് നിഹാലിനെ പിടിച്ചോണ്ട് പുറത്ത്. അപ്പൊ സുബിൻ ഞാൻ ബൈക്കിൽ കയറി. അതെ, ഞാൻ ബൈക്കിൽ കയറി നിഹാലെ ഇവിടെ പോയി. ഇതിന്റെ റിവ്യൂ വയ്യ. അപ്പോഴാണ് അറിയുന്നത് ഇത് അജിച്ചേട്ടനും എന്റെ ഒരു പ്ലാൻ ആയിരുന്നു, സുബിനണ്ണനെ ആക്കാൻ. കാരണം ഞങ്ങൾ മൂന്നുപേരുമാണ് പ്ലാൻ ഇട്ടത്. കൂടുതൽ ഷെയർസ് വെച്ച സുബിനണ്ണനെ ടെറസിൽ കയറ്റി ഞങ്ങൾ രണ്ടുപേരും എസ്കേപ്പ്. അപ്പോഴാണ് അറിയുന്നത് യഥാർത്ഥ വില്ലന്മാര് നിഹാലും അജിച്ചേട്ടനും. പക്ഷെ ഇത് ദീർഘദൃഷ്ടിയോട് കണ്ട സുബിൻ ബൈക്കിന്റെ ബ്രേക്ക് കട്ട് ചെയ്ത് എന്നിട്ട് ഒരു കളരി നിത്യാഭ്യാസിയെ പോലെ ആ ഓടിന്റെ പുറത്ത് നിന്നും അടിച്ചു കുത്തി താഴെ ബ്രെയിൻ ഡെത്തായി. മറ്റേ ഒരു ഉടുതുണി മറ്റേ കഴിവരത്തും ഊർന്നിറങ്ങി താഴേക്കിറങ്ങി ഞങ്ങൾ ഇമാജിൻ ചെയ്യാട്ടോ. സുബിൻ പിന്നെ ഇവരെ പിന്നാലെ നേരെ ഫ്രിഡ്ജിൽ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നാലെ മറ്റേ സൈക്കിളിൽ ഫോളോ ചെയ്ത് ബ്രേക്ക് പൊട്ടി പോസ്റ്റ് ഇടിച്ച് കിടക്കുന്ന മൂന്ന് ഏലിയൻ, നിഹാൽ, അജു. എന്റെ പിടിച്ചോ. അപ്പോഴാണ് ട്വിസ്റ്റ്. എല്ലാരും ഇപ്പൊ പറഞ്ഞില്ലേ മരിച്ച് കിടക്കണം, അവശന ഇതായി കിടക്കണം. ഏലിയന്റെ കൈ മാത്രം ഇങ്ങനെ ക്ലോസ് ഷോട്ട്. എന്നിട്ട് മരിച്ചിട്ടില്ല ഏലിയൻ. പാർട്ട് 2. അത് നേരത്തെ ഓബ്വിയസ് ആയിരുന്നില്ലേ? ഇത് പൊട്ടുമ്പോ പിന്നെ ഇറക്കണ്ട. വേണ്ടേ? അയ്യോ, നിന്റെ വീട്ടിൽ നിന്ന് എത്തി ഇനി നീ ഹോംവർക്ക് ചെയ്തത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പാതി ജീവുള്ള പേടിച്ച് അപ്പൊ അവിടെ ഫിനിഷ് ചെയ്യാം. സെക്കൻഡ് ആണ് കാര്യം. ഈ പറഞ്ഞ പോലെ ഇത് പൊട്ടുമല്ലോ. കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. കുറച്ചുകൂടെ സുബി ആലോചിക്കേ ഒരു ഇൻട്രസ്റ്റ് എൻഡ് കൊടുക്കുമ്പോ സുബിൻ ചേട്ടനെ പറ്റും. ഓൾറെഡി സുബിൻ ഇത് പ്രതീക്ഷിച്ച് പോകുമ്പോ ട്വിസ്റ്റ് എന്താണെന്നറിയോ? കൈ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ തീർന്നു. കൈ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ തീരണമെന്നാ സിനിമ.
ബൈ ബൈ. മരിച്ചിട്ടില്ലെന്ന് കാണിച്ച അവിടെ സിനിമ തീരണം. വീണ്ടും കാണിച്ച ഇങ്ങനെ പോകും. എനിക്ക് ഇഷ്ടപ്പെട്ട ടെറസിൽ ഇരിക്കുന്നത് നീ എന്നെ അവിടെ ആക്കിയിട്ട് പോയി. ഞാൻ എന്റെ ഇമാജിനേഷനില് രണ്ടുപേരും ചതിച്ച് ഇതൊക്കെ അത് ഭയ ട്വിസ്റ്റ് ആയി പോയി. അഭ്യാസിയാ. ഓക്കേ. ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഒരു കഥയൊക്കെ എഴുതാട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ കയറ് വെച്ച് ഇറങ്ങുന്നു പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി സുബിനായിട്ട് അതിൽ ഇറങ്ങാൻ അതിൽ ചത്തു ഇനി ഇവര് 2 കോടി വെച്ച് എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ അപ്പത്തേക്ക് മുകളിലോട്ട് വിട്ടത് ആ സമയത്ത് ഞങ്ങൾക്ക് മുങ്ങണം ബാക്കി ഡീലില്. തുറന്നു കയറി അപ്പൊ ഇങ്ങനെ നോക്കണേ. എല്ലാം കാണുന്നുണ്ട്. അല്ല ഞാൻ അപ്പോഴേ പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത് അവിടെ ലൂപ്പ് ആദ്യം അത് നിങ്ങളെ വിശ്വസിപ്പിക്കാ ഞങ്ങള്. അന്ന് അവിടെ മേളി അത്ര എവിഡന്റ് ആയിട്ട് ഇതെല്ലാം കാണിച്ചിട്ട് അറിയിപ്പോ തട്ടിപ്പുറത്ത് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഡ്രാമ. തട്ടുംപുറത്തേലി ഞാൻ പറഞ്ഞു. സോ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാം നമുക്കിത് കഴിഞ്ഞിട്ട് OTT എടുക്കും. സീരീസ് യൂട്യൂബ് ഒരു ചാനൽ ബ്ലോക്ക് ചെയ്ത് അല്ലേ കളയുന്നത്. നമ്മുടെ ചാനൽ ഇടാണ് ആടലോടെ. ഇനിയിപ്പോ കഥയായിട്ട് ചിലപ്പോ നിങ്ങളുടെ ബ്ലോഗ്സ് ഇതിന്റെ AI വിഷ്വലൈസേഷൻ വരണം. അത് ശരിയാ, അത് ശരിയാ. പുള്ളിക്കാര്യം മറന്നുപോയി നമ്മള് ഡെവലപ്പ് ടെറസിൽ കയറിട്ട് ഓട് മാറ്റി. ടെറസിലെന്തിന് ഓട്? ഞാൻ പറഞ്ഞ ലൂപ്പ് പകുതി കോൺക്രീറ്റും പകുതി പഴയ വീട്. ഓക്കെ. നിങ്ങളുടെ ഞങ്ങൾ മൂന്നും പോന്നില്ല. ഞാൻ എന്റെ മുഖഭാവം ചിന്തിച്ചതാ. ഞാൻ പിടിച്ചു നിന്നെ പക്ഷെ നിനക്ക് ഹീറോയിസ് തന്നില്ലേ? ഊർന്നിറങ്ങി അവിടെ ഇത് കട്ട് ചെയ്ത് വെച്ച് അത് ദീർഘവീക്ഷണം എങ്ങനെയുണ്ട്? മറ്റേ അവിടെ വന്ന് ഇവരിങ്ങനെ ബ്ലഡിൽ കുളിച്ചാൽ ഇങ്ങനെ നോക്കുമല്ലേ. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്നിട്ട് നീ ഈ ഏലിയനെ മാത്രം പൊക്കി എടുക്കുമല്ലോ, ഇവരെ നടുവിൽ സാൻഡ്വിച്ച് അടിച്ച് കിടക്കുവാണ്. അത് പൊക്കിയിട്ട് മുഖംമൂടി കഴിക്കുമ്പോ അവിടെ അതാ വിഷമം. അവിടെ അതാ ഞാൻ എഴുന്നേറ്റിട്ട് നീ തല തോക്കിച്ചുണ്ട് അവിടെ അപ്പത്തേക്ക് ഞാൻ ഇങ്ങനെ അടുത്ത ആലോചിക്കാൻ പറ്റില്ല. എവിടെയും മിസ്സായാലും ഞാൻ ചത്ത് നായകൻ വീണ്ടും വരാർ. കഥയ്ക്ക് ഒരു ഗുണമില്ല, കഥയ്ക്ക് മാറ്റമൊന്നുമില്ല. എന്നിട്ട് മരിക്കും. ഇവന്മാരെ തന്നെ പറ്റിച്ചോണ്ടിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിലാരെ വില്ലനെന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാവരുടെയും പ്ലാനാണ്. ആരും വിശ്വാസമില്ല. ഇവർ രണ്ടുപേരും തുല്യമായിട്ടുള്ള വില്ലന്മാരാ. നായകൻ ഒരേ തെറ്റ് ചെയ്തു അല്ല, അവരിൽ ആരാ തെറ്റ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള 2 പ്ലേ. ഈ ശരീരത്തിൽ ഈ മുഖം അവിടെ തന്നെ ലൂപ്പായി. പോയി ഉറങ്ങാം. രാത്രിയെ ഇങ്ങനത്തെ കുഴപ്പമുണ്ട്. തിരിച്ച് വീട്ടിൽ പോകുമ്പോഴേ ഇപ്പൊ വീട്ടിൽ പോകുമ്പോ ശരീരത്തിൽ തലയായിട്ട് വീട്ടിൽ പോകാം. എല്ലാത്തിനും കാരണം ആ മുട്ടും പരിപാടി വേറെ ഫീൽ ഗുഡ് നമ്മൾ തന്നെ തുടങ്ങണമായിരുന്നു. അങ്ങനെയാണ് അടിപൊളി സാധനങ്ങൾ. വില്ലന്മാര് തമ്മിൽ ചർച്ച. സോ ഇതുപോലെ പ്ലൂട്ടോയില് ഇതുപോലത്തെ കഥയല്ല. ഇത് കൈവിട്ടുപോയി. ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യണം. കുട്ടി വീട്ടിൽ പോക്കും. നമുക്ക് തന്നെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞത്.
ഇത് പബ്ലിഷ് ചെയ്തില്ലല്ലോ. ഇത് നമുക്ക് മാത്രം അയച്ചു. പക്ഷെ ഒത്തിരി ചിരിച്ചിട്ടോ. നിങ്ങള് സെറ്റില് ഇതുപോലെ തന്നെ ഭയങ്കര ഫണ്ണാന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ പറഞ്ഞിട്ടും ഇങ്ങനെ ഞങ്ങള് കഥ ഡെവലപ്പ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ ഇതുപോലെ ലോജിക്കില്ലാത്ത കഥകളുണ്ടാകും. ബ്രേക്ക് ടൈമില് നമ്മുടെ മെയിൻ പരിപാടി. എന്റെ കാതിൽ ചെറിയൊരു ഉണ്ണിയുണ്ട്. പുള്ളി വേണം സ്വിച്ച് എന്നാ അതി ഞെക്കിങ്ങനെ തന്നെ ഇവനെ ഓഫാക്കി വെക്കാൻ പറ്റും രാത്രിയൊക്കെ. അത് ഞാൻ അവിടെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഓഫ് ചെയ്യണേ. അയച്ചിട്ട് അതിങ്ങനെ ചെയ്തോണ്ടിരിക്കണേ. അങ്ങനത്തെ കാര്യമില്ലേ. അവിടെ ചാരി വെക്കും, എന്നിട്ട് ചാരിയൊക്കെ വെച്ചിട്ട് പോവാം. ഞാൻ 5 മിനിറ്റ് അഭിനയിക്കാൻ സ്വിച്ച് ഒക്കെ ആക്കും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെവലപ്പ് ചെയ്യാറുണ്ട് ഞങ്ങള്. പക്ഷെ നിങ്ങളുടെ സെറ്റ് ഗംഭീരാണ്. അത് നമുക്ക് സിനിമയിലും കൂടെ കാണാൻ പറ്റും. മണ്ടന്മാരാന്ന് മനസ്സിലാവൂടാ ആൾക്കാർക്ക്. അല്ല, അത് അഭിനയിച്ചതാണോ? രീതിയിലാ വെച്ചിരിക്കുന്നത്. പോയല്ലടാ അല്ല. പക്ഷെ എന്തായാലും സിനിമ ഒരു വലിയ ഹിറ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളൊന്നും അല്ല ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. നീ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലേ? ചെറിയൊരു ഡിസൈനിങ് പ്രോജക്ട് ഡിസൈനിങ് ആണ്. പക്ഷെ അത് സേഫാണ്. കട്ട് ചെയ്തു പോയിരുന്നു. ഇൻട്രസ്റ്റിംഗ് കഥയാണ്. ഇൻട്രസ്റ്റിംഗ് കഥയാണ്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ ചുമ്മാ വേറെ ആരും പറ കുറച്ചുകൂടെ ഫണ്ണായിട്ടുള്ള. സിനിമയിൽ എല്ലാരും ചിന്തിച്ചു. അൽത്താഫ് ഇപ്പൊ പോയില്ലേ? അവിടെ ഇല്ലല്ലോ അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം. വൈകിട്ട് പറഞ്ഞത് അങ്ങനെ തന്നെ ഇരുന്നു ചിരിക്കുന്നു. അപ്പൊ ഒരുപാട് കറക്റ്റ്. അപ്പൊ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. സിനിമ ഒരു വലിയ വിജയമാവട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് നിലവാരമുള്ള കോമഡി ചുമ്മാ ഇറങ്ങി കേട്ടോ. ഇത് അവൻ ആ പറഞ്ഞിടത്ത് കട്ട് ചെയ്തു. ഇത് അതായത് അളിയ ഒരു ഇൻഡു പറഞ്ഞത് കൊള്ളായിരുന്നു. അതല്ല, ഇത് പിന്നെ സെക്കൻഡ് പാർട്ടില്ലല്ലോ കാര്യം. ഇത് പൊട്ടില്ലോ പൊട്ടുമല്ലോ. പക്ഷെ അതിനുശേഷമാണ് ഇൻട്രസ്റ്റിംഗ്. ഇത്രയും ടിഷ്യൂ എന്നാ അവിടെ തന്നെ സാധനം അവിടെ വീഡിയോ ആക്കി ഇറക്ക്. റേഞ്ച് ഓ ഷിറ്റ്. ഓക്കെ മതി. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.